Good afternoon to all. Today I am going to deal Sale of Goods Act 1930. Sale of Goods Act 1930 came into effect from July 1st, 1930. It contains certain provisions relating to sale of movable property. The Sale of Goods Act does not apply to immovables. The contract of sale of goods is the most important common contract. A knowledge of its main principles is of utmost importance to all cases of the community. അതായത് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 കുറിച്ചാണ്. ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ഇഫക്റ്റീവ് ആയത് ജൂലൈ 1st 1930 തുടങ്ങിയാണ്. ഇതിൽ മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ, അതായത് മൂവ് ചെയ്യാൻ പറ്റാത്ത ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ആർ കവേർഡ് അണ്ടർ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. അതായത് നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 മൂവബിൾ ഗുഡ്സിൻ്റെ മാത്രമേ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഇമ്മൂവബിൾ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 അനുസരിച്ചാണ്. അപ്പോൾ നോക്കിയോ, ഇറ്റ് കണ്ടെയ്ൻസ് സർട്ടൻ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു ഇമ്മൂവബിൾസ്. അപ്പോൾ ഇമ്മൂവബിൾസിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 അനുസരിച്ചാണ്. ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമൺ കോൺട്രാക്ട്. ഇതൊരു കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു കോൺട്രാക്റ്റാണ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. A knowledge of its main principles is of utmost importance to all classes of the community. ഇത് എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇഫക്റ്റീവ് ആയത് 1st ജൂലൈ 1930 ഇത് മെയിനായിട്ട് കവർ ചെയ്യുന്നത് മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. നെക്സ്റ്റ് ഡെഫിനിഷൻ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് സെക്ഷൻ 4 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലാണ് ഇത് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, എ കോൺട്രാക്ട് ഓഫ് സെയിൽ of goods is a contract whereby the sellers transfer or agree to transfer the property in goods to the buyer for a price. അതായത് നമ്മുടെ ഈ സെയിൽ ഓഫ് ഗുഡ്സിൽ ആക്ടിൽ 2 പാർട്ടീസാണ് ഉണ്ടാവുക. അതായത് ഒരാൾ ബയ്യറും ഒരാൾ സെല്ലറും. നമുക്കറിയാമല്ലോ, ഒരാളുടെ പ്രോപ്പർട്ടി അയാൾക്ക് തന്നെ വാങ്ങാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ 2 പാർട്ടീസ് ഉണ്ടാവും, ഒരാൾ ബയ്യറും ഒരാൾ സെല്ലറും. ഈ ബയ്യറും സെല്ലറും പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു പ്രൈസിലാണ്. അപ്പോൾ നോക്കിക്കോ, എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് എ കോൺട്രാക്ട്. അതൊരു കോൺട്രാക്റ്റാണ് വെയർ ബൈ ദ സെല്ലർ ട്രാൻസ്ഫർ ഓർ എഗ്രി ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്. അതായത് സെല്ലർ അയാളുടെ പ്രോപ്പർട്ടി ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? ബയ്യർ. എന്തിൻ്റെ പുറത്ത്? ഫോർ എ പ്രൈസ്. അതായത് ഒരു കൺസിഡറേഷൻ പ്രൈസ് കൊടുക്കുന്നതിൻ്റെ പേരിൽ സെല്ലറിൻ്റെ പ്രോപ്പർട്ടി ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്യും. നോക്കാം ഒന്നുകൂടിയും. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഇസ് എ കോൺട്രാക്ട് വെയർ ബൈ എന്ത് ചെയ്യണു? ദ സെല്ലർ ട്രാൻസ്ഫർ ഓർ എഗ്രി ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്. സെല്ലർ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയാണ് ടു ദി ബയ്യർ. ആർക്ക്? ബയ്യർക്ക്. എന്തിൽ? ഫോർ എ പ്രൈസ്. നെക്സ്റ്റ്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. നമ്മൾ കുറച്ച് എസെൻഷ്യൽ ഫീച്ചേഴ്സ് പറയുന്നത്, അതിൽ ആദ്യത്തെ പറയുന്നത് 2 പാർട്ടീസ്, സെക്കൻഡ് കോൺട്രാക്ട്, തേർഡ് മൂവബിൾ ഗുഡ്സ്, ഫോർത്ത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ഫിഫ്ത്ത് പ്രൈസ്, സിക്സ്ത് ഫോർമാലിറ്റീസ്, സെവൻത്ത് ഫോം. നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, 2 പാർട്ടീസ്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിൽ 2 പാർട്ടീസ് ഉണ്ടാവും, ഒരാൾ ബയ്യറും ഒരാൾ സെല്ലറും. 2 parties are required in a contract of sale, that is buyer and seller. Buyer means a person who buy or agree to buy goods.
ആരാണോ ഗുഡ്സ് വാങ്ങാന്ന് പറയുന്നത് അവരെയാണ് നമ്മൾ ബയർ എന്ന് പറയുന്നത്. സെല്ലർ മീൻസ് എ പേഴ്സൺ ഹൂ സെൽ ഓർ എഗ്രി ടു സെൽ. വിൽക്കാന്ന് എഗ്രി ചെയ്തേക്കുന്നവരെയാണ് നമ്മൾ സെല്ലർ എന്ന് പറയുന്നത്. ബിക്കോസ് എ പേഴ്സൺ കനോട്ട് ബൈ ഹിസ് ഓൺ ഗുഡ്സ്, therefore the seller and the buyer must be different person. നമ്മുടെ ഒരു സാധനം നമുക്ക് തന്നെ വിറ്റ് നമുക്ക് തന്നെ വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ 2 പാർട്ടീസ് വേണം എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ 2 പാർട്ടീസ് വേണം, ഒരാൾ ബയറും ഒരാൾ സെല്ലറും. സെക്കൻഡ്, കോൺട്രാക്റ്റ്. എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ബീയിങ് എ കോൺട്രാക്റ്റ് മസ്റ്റ് ഫുൾഫിൽ ഓൾ റിക്വയർമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. നമ്മുടെ വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എല്ലാ എസെൻഷ്യൽ എലമെൻസും ഇവിടെ ഫുൾഫില്ല് ചെയ്യണം. എന്തൊക്കെയാണ് ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെൻറ്റ്സ്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അതായത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, ലോഫുൾ കൺസിഡറേഷൻ, capacity of partners, free consent, lawful object, agreement not expressly declared void, certainty of meaning, possibility of performance, legal formalities. ഇതൊക്കെയാണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ട എസെൻഷ്യൽ എലമെൻറ്റ്സ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. ആ എല്ലാ എസെൻഷ്യൽസും ഏതിലും കൂടി വേണം? സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലും കൂടിയും വേണം. അതാണ് പറയുന്നത് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ബീയിങ് എ കോൺട്രാക്ട് മസ്റ്റ് ഫുൾഫിൽ ദ റിക്വയർമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും ഫുൾഫില്ല് ചെയ്യണം. തേർഡ്, മൂവബിൾ ഗുഡ്സ്. നമ്മൾ പറഞ്ഞു സെയിൽ ഓഫ് ഗുഡ്സിൽ കവർ ചെയ്യുന്നത് മൂവബിൾ ഗുഡ്സിനെയാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞു ഈ മൂവബിൾ ഗുഡ്സ് വരുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലല്ലാന്നും പറഞ്ഞിരുന്നു. അപ്പോൾ മൂവബിൾ ഗുഡ്സ്, ദ ഗുഡ്സ് വിച്ച് ഫോം ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് മൂവബിൾ ഗുഡ്സ്. സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇതിൽ തന്നെ ആർ കവേർഡ് അണ്ടർ ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വരുന്നത്. മൂവബിൾ പ്രോപ്പർട്ടി വരുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലും. നെക്സ്റ്റ് എസെൻഷ്യൽ എലമെൻറ്റ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. The transfer of property in the goods from the seller to the buyer is the most important element in the contract for the sale of goods. Property here means ownership or title of goods, and there must be an absolute transfer of ownership in a contract of sale of goods. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഫ്രം ദി ബയർ ടു ദി സെല്ലർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് ഓർ ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, ആൻഡ് ദെയർ മസ്റ്റ് ബി അബ്സല്യൂട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. അതായത് നമ്മൾ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ഓണർഷിപ്പ് ബയ്യർക്ക് ട്രാൻസ്ഫർ ആവണം. അതാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഓണർഷിപ്പ് പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ്. അപ്പോൾ പ്രോപ്പർട്ടി ഹിയർ മീൻസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ഓർ ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, ആൻഡ് ദെയർ മസ്റ്റ് ബി അബ്സല്യൂട്ട് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. അവിടെ ഒരു ട്രാൻസ്ഫർ, പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ, സെല്ലറുടെ കയ്യിൽ നിന്ന് ബയ്യറിലേക്ക് ഒരു ട്രാൻസ്ഫർ നടന്നിരിക്കണം. അതും എസെൻഷ്യൽസ് ആണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ. നെക്സ്റ്റ്, പ്രൈസ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു സെല്ലറ് ബയ്യർക്ക് സെയിൽ ചെയ്യുമ്പോൾ അതിന് പകരമായിട്ട് എന്ത് കൊടുക്കണം? പ്രൈസ് കൊടുക്കണം. പ്രൈസ് മീൻസ് മണി കൺസിഡറേഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ്. ഇൻ കോൺട്രറി ഓഫ് സെയിൽ മണി മസ്റ്റ് ബി പെയ്ഡ് ഓർ പ്രോമിസ്ഡ്. വെയർ ദർ ഈസ് നോ മണി കൺസിഡറേഷൻ ദ ട്രാൻസാക്ഷൻ ഈസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് സെയിൽ. നമ്മൾ എസെൻഷ്യൽ എലിമെൻറ്റ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു പ്രൈസ് വേണം, ഫ്രീ ആയിട്ട് കിട്ടുന്നതൊന്നും ഏത് വരില്ല, കോൺട്രാക്റ്റിൽ വരില്ല എന്ന് അന്ന് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രൈസുമല്ലാത്ത കോൺട്രാക്റ്റുകളെ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ വരില്ല. പ്രൈസ് മീൻസ് മണി കൺസിഡറേഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ്. ഇൻ കോൺട്രാക്ടറി ഓഫ് മണി, പൈസയുമല്ലാത്ത മസ്റ്റ് ബി പെയ്ഡ് ഓർ പ്രോമിസ്ഡ്. ദർ മസ്റ്റ് ബി നോ മണി ട്രാൻസാക്ഷൻ ഈസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഇപ്പം മണി കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഇല്ല. നെക്സ്റ്റ്, ഫോർമാലിറ്റീസ്. Contract of sale is made by an offer to buy or sell goods for a price and the acceptance of such an offer. The contract may provide for the immediate delivery of goods or immediate payment of goods or both, or from the delivery and payment by installment on that the delivery or payment or both may be postponed. അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ ടു ബൈ ഓർ സെൽ ഗുഡ്സ് ഫോർ എ പ്രൈസ് ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് സച്ച് ആൻ ഓഫർ.
ദ കോൺട്രാക്ട് മേ പ്രൊവൈഡ് ഫോർ ഇമ്മീഡിയറ്റ് ഡെലിവറി. അപ്പം തന്നെ കോൺട്രാക്റ്റ് എടുത്ത കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഡെലിവറി ഓഫ് ഗുഡ്സ് ഓർ അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാം. ഓർ ഫോർ ഡെലിവറി നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകും, പേയ്മെൻറ്റ് എങ്ങനെയായിരിക്കും, അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും. ഓർ ദാറ്റ് ദ ഡെലിവറി ഓർ പേയ്മെൻറ്റ് ഓർ ബോത്ത് ഷുഡ് ബി പോസ്റ്റ്പോണ്ട്, അല്ലെങ്കിൽ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ്പോണ്ട് ചെയ്യാം. അപ്പോൾ ഫോർമാലിറ്റിയിൽ പറയുന്നത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ പേയ്മെൻറ്റും കൊടുക്കാം, ഒരു കേസ്. രണ്ടാമത്തെ കേസിൽ ഡെലിവറി നമുക്ക് നടത്താം, പക്ഷെ അതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും. തേർഡ് കേസിൽ ഡെലിവറിയും അതുപോലെ പേയ്മെൻറ്റും ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും. ഇതാണ് ഫോർമാലിറ്റീസിൽ പറയുന്നത്. നെക്സ്റ്റ്, ഫോം. A contract of sale may be in writing or by word of mouth or may be implied from the contract of the parties. അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എഴുതിയതായിരിക്കും, അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് പറയണതായിരിക്കാം, ഓർ മേ ബി ഇംപ്ലൈഡ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിരിക്കാം ഫ്രം ദി കോൺട്രാക്റ്റ് ഓഫ് ദി പാർട്ടീസ്. ആ പാർട്ടീസ് കോൺട്രാക്റ്റ് വഴി അത് ഇംപ്ലൈഡ് ആയിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. ഫസ്റ്റ് പോയിന്റ് പഠിച്ചത് ടു പാർട്ടീസ്, അതായത് ഒരു സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ രണ്ട് പാർട്ടീസ് വേണം, അതായത് ബയറും സെല്ലറും. സെക്കൻഡ്, കോൺട്രാക്റ്റ്, ഒരു എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് മൂവബിൾ പ്രോപ്പർട്ടി. എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 അണ്ടറിൽ വരും. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വരുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 പിന്നെ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, അതായത് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ ഡെലിവറി നടത്താം. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നത് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഫ്രം ദി സെല്ലർ ടു ദി ബയറിന്ന് സെല്ലറിന്ന് ബയർക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യണം, പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ്, പ്രൈസ്. ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാത്ത കോൺട്രാക്റ്റുകൾ നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ ഇൻക്ലൂഡ് ആവില്ല, പ്രൈസ് എന്തായാലും കമ്പൽസറി ആണ്. നെക്സ്റ്റ് പറയുന്നത് ഫോർമാലിറ്റീസ് ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ഡെലിവറിയും ചെയ്യുക, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ അതിൻ്റെ പേയ്മെൻറ്റും ഫ്യൂച്ചർ ഡേറ്റിലേക്ക്. അതൊക്കെയാണ് ഫോർമാലിറ്റീസിൽ വരുന്നത്. നെക്സ്റ്റ്, അതായത് നമ്മൾ ഏത് രീതിയിലാണ് അതിൻ്റെ ഫോർമേഷൻ വേണ്ടത്. അതായത് കോൺട്രാക്ട് മേ ബി റിട്ടൺ, ഒന്നില്ലെങ്കിൽ എഴുതിയതായിരിക്കാം, അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് ആയിരിക്കാം, ഓർ ഇംപ്ലൈഡ് ആയിരിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ കോൺട്രാക്ട് ഓഫ് സെയിൽ നടത്താം. Next, subject matter of contract of sale. Subject matter is a content of a contract of sale and goods is the subject matter. അതായത് subject matter is the content of a contract of sale. കോൺട്രാക്ട് ഓഫ് സെയിലിൻ്റെ കണ്ടൻറ്റിനെയാണ് നമ്മൾ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഗുഡ് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ. അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് ഗുഡ്സ് ആയിരിക്കും. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ഓപ്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി. എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും ഏതായിട്ട് വരും, സബ്ജക്റ്റ് മാറ്ററായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിൽ ഇൻക്ലൂഡഡ് ആവണില്ല. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ്, ഗ്രോയിങ് ക്രോപ്സ്, അതായത് വിളകൾ, ഇപ്പം നെല്ലുമായിട്ടുള്ള അങ്ങനത്തെ ക്രോപ്സുകൾ, ഗ്രാസ് ആൻഡ് അതർ അറ്റാച്ച്ഡ് ടു ഓർ ഫോമിങ് പാർട്ട് ഓഫ് ദി ലാൻഡ്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഏതിൽ വരും, സബ്ജക്റ്റ് മാറ്ററായിട്ട് വരും. ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി ആർ നോട്ട് ഗുഡ്സ്. ആക്ഷനബിൾ ക്ലെയിംസും അതുപോലെ തന്നെ മണിയും എന്തായിട്ട് വരുന്നില്ല, സബ്ജക്റ്റ് മാറ്ററായിട്ട് വരുന്നില്ല. ആൻഡ് ആക്ഷൻ ക്ലെയിം ഈസ് സംതിങ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ഓൺലി ബൈ ആക്ഷൻ ഇൻ എ കോർട്ട് ഓഫ് ലോ. ആക്ഷൻ ക്ലെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലോയിൽ, നമ്മുടെ കോർട്ട് ഓഫ് ലോയിൽ എൻഫോഴ്സ് ചെയ്യുന്നതിന് മാത്രമാണ് നമ്മൾ ഓപ്ഷൻ ക്ലെയിം എന്ന് പറയുന്നത്. അത് എന്തായിട്ട് വരില്ല, നമ്മുടെ സബ്ജക്റ്റ് മാറ്ററായിട്ട് വരില്ല. ആൻഡ് ഓപ്ഷൻ ക്ലെയിം ഈസ് സംതിങ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ഓൺലി ബൈ ആക്ഷൻ ഇൻ എ കോർട്ട് ഓഫ് ലോ. ഇതും എന്തായിട്ട് വരില്ല, സബ്ജക്റ്റ് മാറ്ററായിട്ട് വരില്ല. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ. സബ്ജക്റ്റ് മാറ്റർ ഈസ് ദ കണ്ടന്റ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിൽ സബ്ജക്റ്റ് മാറ്ററിൽ ഏതൊക്കെ വരും,
സ്റ്റോക്ക്, ഷെയർസ്, ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് അതർ അറ്റാച്ച്മെൻറ്റ് ടു ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ലാൻഡ്. ഇതിൽ ഓപ്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി, സബ്ജക്റ്റ് മാറ്ററിൽ ആക്ഷൻ ക്ലെയിംസും അതുപോലെ തന്നെ മണിയും ഇൻക്ലൂഡ് ആവണില്ല. ആക്ഷൻ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷൻ ക്ലെയിം ഈസ് സംതിങ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ഓൺലി ബൈ ആക്ഷൻ ഇൻ കോർട്ട് ഓഫ് ലോ. കോർട്ട് ഓഫ് ലോയിൽ എൻഫോഴ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓപ്ഷൻ ക്ലെയിംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ. സെക്കൻഡ്, എക്സ്പ്ലെയിൻ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. ഓക്കെ, താങ്ക് യു.